ബാപ്റ്റിസ്റ്റ് ആയാൽ പിന്നെ കല്യാണത്തിന് പോലും വിളിക്കത്തില്ല, ചത്താ പോലും അറിയിക്കത്തില്ല. ഏകദേശം ഒരേ വിഷയം തന്നെയാണ്, വിശ്വാസം എന്ന വിഷയമാണ് വളരെ ഗഹനമായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് കാണാപ്പാഠം ആ വാക്യം അറിയാം. ഇബ്രാഹിം 11:1 വിശ്വാസം എന്നതോ വേണ്ട, അതല്ല വിഷയം. നമ്മുടെ വിഷയം 1 വാക്യത്തിൻ്റെ ഡെഫിനിഷൻ അല്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ആ വിശ്വാസത്തിലൂടെ നമുക്ക് എന്തെല്ലാം നമുക്ക് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല വിശ്വാസം. ഇപ്പം എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചു, പക്ഷേ ഒരു കുടുംബത്തിന് കുഞ്ഞ് പോയി. അങ്ങനെയാണ് ഞാൻ താഴേക്ക് വരുമ്പം ആ വാക്യം തന്നെ ഒരേ വാക്യത്തിലുണ്ട്. ബൈ ഫെയ്ത്ത് സം ഗോട്ട്, ബൈ ഫെയ്ത്ത് അതേഴ്സ് ഗേവ്. രണ്ടും വിശ്വാസമാണ്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇവിടെ ഒന്ന് വരാത്തവർക്ക് വേണ്ടി, കഴിഞ്ഞ 2 ആഴ്ച കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്ന് റീക്യാപ്പാണ്. നമ്മൾ 2 വാക്യത്തിൽ വായിക്കുമ്പം ഫെയ്ത്ത് ഒബ്റ്റെയിൻസ് എ ഗുഡ് ടെസ്റ്റിമണി, വിശ്വാസത്താലല്ലോ സാക്ഷ്യം പ്രാപിച്ചത്. അതിൻ്റെ അർത്ഥം വിശ്വാസത്താൽ ഒരു സാക്ഷ്യം പ്രാപിക്കണം അല്ലേ. അടുത്ത വാക്യത്തിൽ 3 വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അതിൻ്റെ അർത്ഥം ഫെയ്ത്ത് അണ്ടർസ്റ്റാൻഡ്സ് ദ ക്രിയേറ്റീവ് പവർ ഓഫ് ഗോഡ്. ദൈവത്തിന് സൃഷ്ടിക്കുവാൻ കഴിവുണ്ട്. ആ സൃഷ്ടിക്കുവാനുള്ള ശക്തി, ആ ശക്തിയുടെ വലിപ്പവും മഹത്വവും വിശ്വാസം അറിയും. അടുത്ത വാക്യത്തിൽ നമ്മൾ കണ്ടു, ഞാൻ ഓടിച്ചു പോവുകയാണ്. ഫെയ്ത്ത് ഓഫേഴ്സ് ടു ഗോഡ് ദ ബെസ്റ്റ്. ഏറ്റവും നല്ലതിനെ ഈ പറഞ്ഞ പോലെ ഹാബേൽ കൊണ്ട് ദൈവത്തിന് കൊടുത്തു. 5 വാക്യത്തിൽ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു, മരണം കാണാതെ എടുക്കപ്പെട്ടു. അതിൻ്റെ അർത്ഥം ഫെയ്ത്ത് സീക്സ് ടു പ്ലീസ് ഗോഡ് ഇൻ എവറിത്തിങ്. സകലത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിശ്വാസത്താൽ കഴിയണം. അതുകൊണ്ടാണ് 6 വാക്യത്തിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. 6 വാക്യത്തിൻ്റെ എൻ്റെ അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നു, നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നും കൂടി. Faith believes that God answers diligent prayer. അടുത്ത 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവിടെ അബ്രഹാം ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞപ്പം ചോദ്യം ചോദിക്കാതെ ഇറങ്ങിപ്പോയി. അതിൻ്റെ അർത്ഥം ഫെയ്ത്ത് ഒബേസ് ഗോഡ് വിതൗട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. എന്താണ് വിശ്വാസം? ചോദ്യം ചോദിക്കാതെ ദൈവത്തെ അനുസരിക്കും. ഇന്ന് നമ്മുടെ ജീവിതം മൊത്തം ചോദ്യം ചോദിച്ച് നമ്മൾ വേസ്റ്റാക്കി. അതുകൊണ്ട് ഇനിയെങ്കിലും ചോദ്യം ചോദിക്കേണ്ട. പട്ടാളത്തിലൊരു ചിട്ടയുണ്ട്, എന്താണ് ഫസ്റ്റ് ഒബേ അല്ലേ. ആദ്യം അനുസരിക്കുക, ചോദ്യമൊക്കെ പിന്നെ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ദൈവം എന്തെങ്കിലും നമ്മളോട് ആവശ്യപ്പെട്ടാൽ ആദ്യം അനുസരിക്കാൻ നോക്കാം. അടുത്ത വാക്യത്തിൽ ഫെയ്ത്ത് സ്റ്റെപ്സ് ഔട്ട് ടു പൊസസ് ന്യൂ ടെറിട്ടറീസ്. എന്താണ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തത്, ഇതുവരെ പോയിട്ടില്ലാത്തടത്തേക്ക്, ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ വിശ്വാസത്താൽ കാലെടുത്ത് വയ്ക്കും. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടോ? അതാണ് വിശ്വാസം. അടുത്തത് 10 വാക്യത്തിൽ അവിടെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന്, അതിൻ്റെ അർത്ഥം ഫെയ്ത്ത് ലിവ്സ് വിത്ത് എറ്റേണിറ്റി ഇൻ വ്യൂ. നിത്യതയെ ലക്ഷ്യമാക്കിയാണ് വിശ്വാസം ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ജീവിക്കുന്നത് എവിടെയെങ്കിലും ലോകത്ത് ഏതെങ്കിലും നല്ല രാജ്യത്ത് പോയി അവസാനം സെറ്റിലാവാനല്ല, നിത്യത. എനിക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒരു പട്ടണമുണ്ട്. ആ പട്ടണം അല്ലേ കർത്താവ് ശില്പിയായി നിർമ്മിക്കുന്ന, അവിടേക്ക് എനിക്ക് പോകണം. അതായിരിക്കണം എൻ്റെ വ്യൂ. അവിടെ നമ്മൾ 11 വാക്യത്തിൽ അബ്രഹാമിനെ മാത്രമല്ല സാറായെ പറ്റി എഴുതിയിരിക്കുന്നു. സാറ ചിരിച്ചു എന്ന് പറയും. പക്ഷേ അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, ഫെയ്ത്ത് ലുക്സ് ടു ഗോഡ് അലോൺ. ദൈവത്തെങ്കിലേക്ക്, അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുന്നു, അസാധ്യങ്ങളെ നോക്കി ചിരിക്കുന്നു. അല്ലെങ്കിൽ ലവ്സ് അറ്റ് ഇമ്പോസിബിലിറ്റീസ് അല്ലേ. പ്രായം കഴിഞ്ഞു, പക്ഷേ അതൊന്നുമില്ല, അവൾ ചിരിച്ചു. കാരണം അസാധ്യങ്ങളെ നോക്കി ചിരിക്കുവാൻ നമുക്ക് കഴിയണം. അടുത്തത് അതിൻ്റെ 13 വാക്യം തൊട്ട് നോക്കുമ്പം അവിടെ ഫെയ്ത്ത് മേക്സ് എ കൺഫെഷൻ അല്ലേ. വിശ്വാസം അവിടെ ഏറ്റുപറയുന്നൊരു കാര്യമാണ്. ദിസ് വേൾഡ് ഇസ് നോട്ട് മൈ ഹോം. ഇതെൻ്റെ വീടല്ല, ഞാനിവിടെ ഒരു കൂടാരവാസിയാണ്
അല്ലേ? എനിക്കൊരു നിത്യമായ ഒരു ഭവനം എൻ്റെ കർത്താവ് ഒരുക്കുന്നു. ഒരുക്കി തീർന്ന ശേഷം ആ കർത്താവ് വന്ന് എന്നെ താനിരിക്കുന്നിടത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോവും. അതിൻ്റെ അർത്ഥം ഞാൻ ഇവിടത്തുകാരനല്ല എന്നൊരു ചിന്തയിലേ നമ്മൾ ജീവിക്കത്തുള്ളൂ. അടുത്തത് 14 16 വാക്യം വായിക്കുമ്പം ഫെയ്ത്ത് ഈസ് ഹെവൻ സിക്ക്. നമ്മൾ ഹോം സിക്ക് എന്ന് പറയും. പിള്ളേരൊക്കെ ഹോസ്റ്റലിൽ പോയി നിൽക്കുമ്പം പറയും ഞാൻ ഭയങ്കര ഹോം സിക്കാണ്. നമ്മൾ ഹോം സിക്കല്ല, ഹെവൻ സിക്കായിരിക്കണം, അല്ലേ? നമ്മൾ പഴയ ഭക്തന്മാരുടെയൊക്കെ എന്നെൻ്റെ പ്രാണ നീ വരുമോ, നീ എന്ന് നിൻ്റെ എൻ്റെ കണ്ണ് നിന്നെ ഒന്ന് കാണുമോ, ഞാൻ എന്ന് നിൻ്റെ അടുത്ത് വരുമോ. പണ്ട് ഭക്തന്മാരുടെ പാട്ടിലൊക്കെ ഇതേ ഉള്ളൂ. ഇന്നത്തെ ഒരു ഭക്തൻ്റെ പാട്ടിലും അതില്ല. ഇന്നെല്ലാം പ്രേമഗീതങ്ങൾ മാത്രമേ ഇന്നുള്ളൂ. ഇന്ന് സത്യം പറഞ്ഞാൽ സിനിമാ പാട്ടിൻ്റെ ഒരു ശൈലിയിലോട്ടാണ് ഇന്നത്തെ പാട്ടുകൾ പോകുന്നത്, അല്ലേ? പക്ഷെ പഴയ ഭക്തന്മാർക്കൊക്കെ പാടാൻ ഇതേ ഉള്ളൂ. എൻ്റെ കാന്താ നീ എന്ന് വരും, നീ കാന്താ നിന്നെ ഒന്ന് കാണാൻ എനിക്ക് ആശയേറുന്നേ, കൊതിയാകുന്നേ എനിക്ക്. ഇന്ന് ആരേലും നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം പാടാത്തെ, അല്ലേ? അന്ന് ഭക്തന്മാർക്ക് വേറെ ഒന്നും കാണാനില്ല, അന്ന് വേറൊന്നും അവർക്ക് ആശിക്കാനില്ല. അവർക്ക് ആ കൂടി കർത്താവിൻ്റെ വരവ് മാത്രമേ ഉള്ളായിരുന്നു അവർക്കൊരു പ്രത്യാശ. അതുകൊണ്ടാണ് അവർ ആ പ്രത്യാശയുടെ പാട്ടുകളൊക്കെ എഴുതി വെച്ചേ. ഇന്ന് അങ്ങനത്തെ ഇന്ന് വലിയ പാട്ടുകളൊക്കെ, വലിയ ഫെയ്ത്ത് കൺഫെഷൻസ് പാട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം നേടിയെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കൺഫെഷൻസൊക്കെയാണ്. അതിനായിട്ട് സ്തോത്രം, നേടിയെടുത്തോ, കുഴപ്പമില്ല. പക്ഷേ നേടി അങ്ങ് ചെല്ലണം. നേരത്തെ കേട്ടതുപോലെ അങ്ങ് ചെല്ലണം, അത്രയേ ഉള്ളൂ. നേടി ഇവിടെ എല്ലാം കൂടെ നേടി വെച്ചേച്ച് അവസാനം ഈ പറഞ്ഞ പോലെ അങ്ങ് ചെല്ലാതിരുന്നാൽ അത് വലിയ നഷ്ടമാണ്. ഇത് ഞാനല്ല പറയുന്നത്, യേശു തന്നെ ഒരിക്കൽ ചോദിച്ചു, മൂടാ നീ ഉണ്ടാക്കി വെച്ചതൊക്കെ ആർക്കാവും? ഇത് തന്നെ അന്ന് കർത്താവ് ചോദിച്ച അതേ ചോദ്യം ഇന്നും ചോദിക്കുന്നു എന്ന് ഓർത്തണം. 15 വാക്യം, വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇവിടെ ഉണ്ടായിരുന്നുവല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നല്ലൊരു ഉദാഹരണം പറഞ്ഞു തന്നു. അതെല്ലാവർക്കും നല്ല ഓർമ്മയിൽ നിന്ന് ചിലർക്കെങ്കിലും അത് പുതിയൊരു അറിവായിരുന്നു. കാളവണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. ഓക്കെ, അത്രയും പറഞ്ഞ് ഞാനങ്ങ് വിടുന്നു. ഫെയ്ത്ത് ഡസ് നോട്ട് റിട്രീറ്റ്, അല്ലേ? അടുത്തത് 17 വാക്യം, വിശ്വാസത്താൽ അബ്രഹാം എന്ത് ചെയ്തു? താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. ഹി വാസ് ടെസ്റ്റഡ് ബട്ട് ഹി പാസ്ഡ് ദ ടെസ്റ്റ്. എങ്ങനെ? ആരാ ചോദിച്ചത്? ഇസ്ഹാക്കിനെ കൊണ്ട് കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? ഫെയ്ത്ത് റെഡിലി പാർട്സ് വിത്ത് എനി ബ്ലെസ്സിങ് ടു ബി ഓഫേർഡ് ബാക്ക് ടു ഗോഡ്. ദൈവം തന്ന എന്ത് അനുഗ്രഹവും അത് എപ്പം വേണമെങ്കിലും ഞാൻ തിരിച്ചു തരാൻ തയ്യാറാണ്. അതിനോട് ബന്ധപ്പെട്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ജീവിതാനുഭവം പറഞ്ഞു. ഞങ്ങൾക്ക് ഉണ്ടായ കുഞ്ഞിൻ്റെ മരണത്തെപ്പറ്റി പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അന്ന് മുതൽ ഇന്ന് വരെയും അനേകർ വിളിക്കുകയും ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞങ്ങളൊന്ന് പറയട്ടെ, ഞങ്ങളത് ഒത്തിരി ധൈര്യപ്പെടുത്തി. എൻ്റെ കണ്ണ് നിറഞ്ഞ ഒരു അനുഭവം ഉണ്ടായി. 2 ദിവസം മുമ്പ് ഒരമ്മ എന്നെ വിളിച്ചു. ഇത് പറഞ്ഞു, പാസ്റ്റർ ഞാൻ നിങ്ങളുടെ ആ അനുഭവം കേട്ടു. ഞങ്ങൾക്ക് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകന് 23 വയസ്സ് വരെ ജീവിച്ചു. അവൻ മിടുക്കനായിരുന്നു. ചർച്ചിൽ അവനാണ് ഈ പറഞ്ഞ പോലെ പാടുന്നത്, കീബോർഡ് വായിക്കും, പാട്ട് എഴുതും, കമ്പോസ് ചെയ്യും, റെക്കോർഡ് ചെയ്യും, യൂട്യൂബിൽ റിലീസ് ചെയ്യും. ഇങ്ങനെയൊക്കെ മിടുക്കനായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ കുടുംബമായി ഒരിടത്ത് പോയപ്പോൾ ഒരു ബീച്ചിൽ വെച്ച് ഒരു അപകടത്തിൽ അവനങ്ങ് മരിച്ചുപോയി. അവൻ മരിച്ചു. ഞങ്ങൾക്ക് ഏക മകനാണ്. ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാ. പക്ഷെ മകൻ മരിച്ചപ്പം എല്ലാവർക്കും ചോദ്യം, എന്തുകൊണ്ട് നിങ്ങളുടെ ദൈവം ഇങ്ങനെ ചെയ്തു? നിങ്ങൾക്കൊരു മകനുണ്ടായിരുന്നു 23 വയസ്സിൽ, എന്തിന് ആ മകനെ ദൈവം തിരിച്ചെടുത്തു? എല്ലാവരും ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഉത്തരം പറയാൻ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോഴവനായി മരിക്കുന്നതിൻ്റെ തലയാഴ്ച അവൻ തന്നെ എഴുതി കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് റിലീസ് ചെയ്യാൻ വെച്ചിരുന്നൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടിൽ ഇതിൻ്റെ ഉത്തരം ഉണ്ടായിരുന്നു. അവർ ലൗഡ് സ്പീക്കർ വെച്ച് ആ പാട്ട് പ്ലേ ചെയ്ത് അവിടെ ചുറ്റുപാടും കേൾപ്പിച്ചു. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്കില്ല, ഞങ്ങളെ വിട്ട് ദൈവസന്നിധിയിലേക്ക് പോയ ഞങ്ങളുടെ മോൻ തന്നെ അതിൻ്റെ ഉത്തരം പാട്ടായിട്ട് പാടി വെച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞ് പാട്ട് കേൾപ്പിച്ചവർ. അപ്പോൾ ആ അമ്മ എന്നോട് പറയുക, അങ്ങനെയൊക്കെ ഞങ്ങൾ ഉത്തരം അവിടെ എൻ്റെ മകൻ തന്നെ കൊടുത്ത ഉത്തരമൊക്കെ കൊടുത്തു. പക്ഷേ എൻ്റെ ഉള്ളിലെങ്കിലും ഒരു ചോദ്യം കടന്നു. പക്ഷേ പാസ്റ്ററിൻ്റെ സാക്ഷ്യം കേട്ടപ്പം എന്നോടും ദൈവം സംസാരിച്ചു. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവം തരുന്നതിനെ, ദൈവം തരുന്ന നന്മകളെ വിശ്വാസത്താൽ എപ്പം വേണമെങ്കിലും തിരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അവിടെ യാതൊരു ചോദ്യവുമില്ലാതെ, അല്ലേ? ഇതിനാലൊന്നും യഹോവ തന്നു, യഹോവ എടുത്തു. അത് നെഗറ്റീവ് കൺഫെഷനൊന്നുമല്ല, അത് ട്രൂ കൺഫെഷനാണ്. അതുകൊണ്ടാണ് തൊട്ട് താഴെ ഇതിനാലൊന്നും യോബ് വായുകൊണ്ട് ഒരു പാപവും ചെയ്തില്ല എന്ന് പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഓർക്കണം പ്രിയപ്പെട്ടവരെ. അടുത്തത്
അതിൻ്റെ 19:35 വായിക്കുന്നത്, ഫെയ്ത്ത് കൗണ്ട്സ് ഓൺ ദി റിസറക്റ്റീവ് പവർ ഓഫ് ഗോഡ്. ദൈവത്തിന് വേണമെങ്കിൽ ഉയർപ്പിക്കാൻ കഴിയും എന്നുള്ളതും വിശ്വസിക്കണം. പക്ഷേ അവിടെ ഒരു കാര്യം ഓർക്കണം. അവിടെ 11:35 വായിക്കുമ്പം അവിടെ 19 വാക്യത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് 11:19 മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവരെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അപ്പം തിരികെ പ്രാപിച്ചു എന്ന് പറയുമ്പം നമ്മളെല്ലാവരും ഹല്ലേലൂയ എന്ന് പറയും. പക്ഷെ എൻ്റെ 35 വാക്യം വായിച്ചേ, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ഈ കിട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് തിരികെ കിട്ടി. പക്ഷെ അടുത്ത് വായിച്ചേ, മറ്റ് ചിലർ സത്യം പറഞ്ഞാൽ ഞാനായിരുന്നു 15 അധ്യായം എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ മറ്റ് ചിലരങ്ങ് കട്ട് ചെയ്തേനെ. അതവിടെ വയ്ക്കണ്ട. കാരണം വിശ്വാസത്തിൻ്റെ ഒരു വൈബ് ഉണ്ടാക്കിയിട്ട് അതിനിടയിൽ കൊണ്ട് ഈ അവിശ്വാസത്തിൻ്റെ വാക്കുകൊണ്ട് കയറ്റരുത്. അല്ലേ, മരിച്ചവരെ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. പക്ഷെ തൊട്ട് ഒരു സെമിക്കോളൻ ഇട്ടിട്ട് അടുത്ത് എന്താ പറയുന്നത്, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൂടാതെ ഭേദ്യമേറ്റും. മറ്റു ചിലർ എന്ത് ചെയ്തു? ഇംഗ്ലീഷിൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു, സം ഗോട്ട് ബട്ട് സം ഗേവ്. അപ്പോൾ വിശ്വാസം രണ്ടിനും കൂടെ ഉള്ളയാ. കിട്ടാൻ മാത്രമല്ല, കൊടുക്കുന്നതും വിശ്വാസമാണ്. മനസ്സിലായോ? ഇന്ന് ആരോ പഠിപ്പിച്ചിരിക്കുന്നു കിട്ടാൻ വേണ്ടി മാത്രം വിശ്വാസം. അതുകൊണ്ട് പ്രസംഗങ്ങളും എല്ലാം എങ്ങനെ കിട്ടും എന്നുള്ളതിൻ്റെ പ്രസംഗവും എങ്ങനെ കിട്ടുമെന്നുള്ള പാട്ടും എങ്ങനെ കിട്ടുമെന്നുള്ള ഇടപാടുകളാണ് നമ്മൾ ഒത്തിരി കേൾക്കുന്നത്. വിശ്വാസം കിട്ടാൻ വേണ്ടി മാത്രമല്ല, കിട്ടിയതിനെ കൊടുക്കുന്നതും കൂടിയാണ് വിശ്വാസം. ഇത്രയും പറഞ്ഞ് ഞാനങ്ങ് വിടുന്നു. 20 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വ്യക്തമായി 2 പ്രാവശ്യവും കേട്ടു. എന്താണ്? ഫെയ്ത്ത് പ്രൊഫസൈസ് മെസ്സേജസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. വരും തലമുറകളെ നോക്കി എന്ത് ചെയ്യും? അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതാണ് വിശ്വാസം. അവിടെ ഇസ്ഹാക്ക് അനുഗ്രഹിച്ചായിട്ട് കാണുന്നു, അല്ലേ? യാക്കോബ് അനുഗ്രഹിച്ചായിട്ട് കാണുന്നു, യോസേഫും അനുഗ്രഹിച്ചായിട്ട് കാണുന്നു. മക്കളെയും കൊച്ചുമക്കളെയും അനുഗ്രഹിച്ചു, അവരുടെ ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. നമ്മളിപ്പോൾ എന്തായിരിക്കും അനുഗ്രഹിക്കുന്നത്? മോനെ, നീ മഞ്ഞ് പെയ്യുന്ന ദേശത്ത്, കാനഡയുടെ പ്രദേശത്ത് പോകും. മോളെ, നീ ഓസീസ്, എവിടെയാണ്? ഓസ്ട്രേലിയയിൽ നീ പോവും. അടുത്തത് എന്താണ്? അല്ലേ, ഇന്നെല്ലാം നമ്മുടെ പ്രവചനം എല്ലാം മഞ്ഞ് വീഴുന്നതും, അല്ലേ? ആരും ഇന്ന് വരെ വരണ്ട മരുഭൂമി പോകുന്ന ഇന്ന് വരെ പ്രവചിച്ചിട്ടില്ല. റെഡ് ഇന്ത്യൻസിൻ്റെ ഇടയ്ക്ക് പോകുന്ന ആരും പറയുന്നില്ല. ചില കാട്ടുജാതിക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് ഓർക്കണം, അവരുടെ ഇടയിൽ പോകും. ഇനി ഈ അൺറീച്ച്ഡ് എന്ന് പറയുന്നത് ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദിവാസികളുടെ ഇടയിൽ മരത്തിൻ്റെ മണ്ടയിൽ ഇരിക്കുന്ന ആൾ മാത്രമല്ല അൺറീച്ച്ഡ്. ഇവിടുത്തെ 24ാമത്തെ നിലയുടെ മണ്ടയിൽ പെൻറ്റ് ഹൗസ് ഇതിൽ ഇരിക്കുന്ന ഏറ്റവും വലിയ ബിസിനസ്സുകാരനും അൺറീച്ച്ഡ് തന്നെയാണ്. രണ്ടും അൺറീച്ച്ഡ് തന്നെയാണ്. അവൻ മരത്തിൻ്റെ മണ്ടയിൽ ഇരിക്കുന്നു, ഇവൻ കെട്ടത്തിൻ്റെ മണ്ടയിൽ ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇവന് രണ്ടിനും യേശുവിനെ വേണം. ഇവന്മാർ രണ്ടും രക്ഷിക്കപ്പെടണം. ഇവന്മാർ രണ്ടും സുവിശേഷം കേൾക്കണം. ഇവന്മാർ രണ്ടിടത്തേക്ക് സുവിശേഷം ചെല്ലുക തന്നെ വേണം. പക്ഷേ നമ്മളെ ആരോ പഠിപ്പിച്ചു മരത്തിൻ്റെ മണ്ടയിൽ ഇരിക്കുന്നതിന് മാത്രം സുവിശേഷം മതി, ഇവിടെ ഇരിക്കുന്നവന് വേണ്ട. അത് കാരണം നമ്മൾ അവരെ അങ്ങ് വിട്ടു. അതൊരു വലിയ പ്രശ്നമാണ്. ഇന്ന് അങ്ങനെ ഒരു വലിയ അൺറീച്ച്ഡ് ഗ്രൂപ്പ് ഇപ്പം സിറ്റീസിലുണ്ട്, അറിയാമോ? അവർ സുവിശേഷം കേൾക്കുന്നില്ല. അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നമ്മൾ അനുഗ്രഹിക്കണം. പക്ഷേ എന്തനുഗ്രഹിക്കണം? ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിക്കണമെന്ന് മാത്രമല്ല, യോസേഫ് പറഞ്ഞപ്പം എന്താണ്, ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ടെന്നും കൂടെ പറഞ്ഞിട്ട് പോയി. അതിൻ്റെ അർത്ഥം നമ്മൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, കുഞ്ഞെ നീ ലോകത്ത് എവിടെ പോയാലും അങ്ങ് കാണണം എന്നും കൂടെ പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പോകണം. ഓക്കെ, 23-ാം വാക്യം അവിടെ മോശയുടെ കാര്യമാണ്. മോശ സുന്ദരൻ, ശിശു സുന്ദരൻ എന്ന് കണ്ട് എന്ത് ചെയ്തു? അമ്മയപ്പന്മാർ കണ്ട് രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു രാജാവിൻ്റെ ആ കൽപ്പന, പക്ഷെ അത് ഭയപ്പെട്ടില്ല. 3 മാസം വരെ ഒളിപ്പിച്ചു വെച്ചു. പക്ഷേ 3 മാസം വരെയൊക്കെ ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നീട് എന്ത് ചെയ്തു? അവർ കൊണ്ടൊരു നദി കൊണ്ട് വെച്ചു. പക്ഷേ അത് കൃത്യം ദൈവം എടുത്തുകൊണ്ട് എവിടെ കൊണ്ടു എത്തിച്ചതിനെ
ആര് കൽപ്പനയിട്ടോ അയാളുടെ കൊട്ടാരത്തിൽ ഈ കുഞ്ഞ് വളരാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്താണ്? ഫെയ്ത്ത് ഫിയേഴ്സ് നോ ത്രെറ്റ്സ് ബട്ട് റിലൈസ് ഓൺ ഗോഡ്സ് പവർ. അല്ലേ? വിശ്വാസം ഒരിക്കലും ഭയപ്പെടത്തില്ല, പക്ഷേ ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കും. അല്ലേ? അടുത്തത് മോശയുടെ കാര്യം പറയാം. 24-ാം വാക്യത്തിലേക്ക് വരുമ്പം, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ തൽക്കാല ഭോഗം, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. ഫെയ്ത്ത് സേസ് നോ ടു സിൻ. എന്താണ്? വിശ്വാസം പാപത്തോട് നോ പറയുന്നതും വിശ്വാസമാണ്. ഇപ്പം മനസ്സിലായോ? നമ്മൾ ഒത്തിരി പേര് പഠിച്ചു വച്ചിരിക്കുന്നത് വിശ്വാസം എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാ. അല്ല, പാപത്തോട് നോ പറയുന്നതും വിശ്വാസത്താലാണ്. എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ഒരു പാപത്തിൻ്റെ ഒരു പ്രലോഭനം വരുമ്പോൾ നോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസത്താലാണ്. എന്താ അവിടെ വിശ്വാസം കണക്ട് ചെയ്യാത്തത്? അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ തിയോളജി വളരെ ഷാലോവാണ് പ്രിയപ്പെട്ടവരെ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ കിട്ടാൻ വേണ്ടി മാത്രമാണ് വിശ്വാസം. കർത്താവേ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഞാൻ വിശ്വസിച്ചുകൊണ്ട് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത്രയേ ഉള്ളൂ വിശ്വാസം. പാപത്തോട് നോ പറയുന്നതും വിശ്വാസത്താലാണ്. അടുത്തത്, ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. അതിൻ്റെ അർത്ഥം ഈ വേൾഡ്ലി സ്റ്റേറ്റസ്, ഈ ലോകം തരുന്ന പദവി വേണ്ട എന്ന് പറഞ്ഞ അതും വിശ്വാസത്താലാണ്. 40 വർഷം കൊട്ടാരത്തിൽ ജീവിച്ച ആളാണ്. ഈജിപ്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ടോപ്പറാണ്. അല്ലേ? അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. അല്ലേ? പക്ഷേ ഇതെല്ലാം അനുഭവിച്ചിട്ട് പുള്ളി പറയാ വേണ്ട. പക്ഷെ വേണ്ടെന്ന് പറയുക മാത്രമല്ല, അടുത്തത് ഫെയ്ത്ത് ഐഡൻറ്റിഫൈസ് വിത്ത് ഗോഡ്സ് പീപ്പിൾ ഇൻ ദെയർ സഫറിങ്സ്. എന്താണ്? തൻ്റെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ, ഊഴിയ വേലക്കാരാ, അടിമകളാ, അവരുടെ കൂടെ പോയി അവരുടെ നേതാവായിട്ട് അങ്ങ് മാറി. അല്ലേ? തൊഴിലാളി പ്രസ്ഥാനത്തിലെ പഴയ നേതാക്കന്മാരൊക്കെ ആലോചിച്ച് നോക്കിയേ. അവർ കർഷക തൊഴിലാളികളുടെയും ചുമട്ടുതൊഴിലാളികളുടെയും ഫാക്ടറി തൊഴിലാളികളുടെയൊക്കെ നേതാക്കന്മാരായിരുന്നു. ഇപ്പം തല്ലിക്കൊന്ന അവർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകത്തില്ല. കാര്യം എന്താ? ഈ അധികാരത്തിൻ്റെ മത്ത് പിടിച്ചാൽ പിന്നെ ഈ പറഞ്ഞ അടിമകളുടെ നേതാവാകാൻ ആർക്ക് വേണം എന്ന് ലോകത്ത് നമ്മളതാ കാണുന്നത്. അല്ലേ? രാജ്യങ്ങളിലെല്ലാം ചരിത്രം എടുത്താൽ ലോക ചരിത്രം അതാ പഠിപ്പിക്കുന്നത്. പക്ഷെ മോശ ഈ 40 കൊല്ലം ഈ കൊട്ടാരത്തിരുന്ന ആൾ അവസാനം ഒരു തീരുമാനം എടുക്കുക, ലെറ്റ് മീ ഐഡൻറ്റിഫൈ വിത്ത് ദ സഫറിങ് പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവം ജനങ്ങളാണ് അവർ, പക്ഷേ അവർ ഇപ്പം അടിമകളാണ്. ദേ ആർ സഫറിങ്. ലെറ്റ് മീ ഗോ ആൻഡ് ഐഡൻറ്റിഫൈ വിത്ത് ദം. അല്ലേ? ഇതെനിക്ക് വേണ്ട, ഇത് സ്റ്റേറ്റസാണ്, പക്ഷേ അത് വേണ്ട. ദൈവമക്കളോടൊപ്പം ഞാൻ ചോദിച്ചോട്ടെ, കഷ്ടപ്പെടുന്ന ദൈവമക്കളോടുകൂടെ നിങ്ങൾ താതാത്മ്യം പ്രാപിക്കുമോ? വിൽ യു ഗോ ആൻഡ് ഐഡൻറ്റിഫൈ വിത്ത് ദ പീപ്പിൾ ഹു സഫർ ഫോർ ക്രൈസ്റ്റ്? കർത്താവിന് വേണ്ടിയെങ്കിലും കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുമോ? ഇന്ന് നമ്മളിവിടെ ഇത്രയും സ്വാതന്ത്ര്യത്തോട് ഇവിടെ ആരാധിക്കുമ്പം എത്രയോ ചർച്ചകൾ പൂട്ടിയിട്ടിരിക്കുന്നു. എനിക്കറിയാം, പല സ്റ്റേറ്റുകളുടെ കാര്യങ്ങൾ നേരിട്ട് എനിക്ക് അറിവുണ്ട്. പൂട്ടി. ഈ ഞായറാഴ്ച ആരാധന ഇല്ല പലയിടത്തും. അപ്പം എന്ത് ചെയ്യും? അങ്ങനെയുള്ളവരോടൊപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമോ പ്രിയപ്പെട്ടവരെ? അടുത്തത് 27-ാം വിശ്വാസത്താൽ 26-ാം വാക്യം, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമാണ് എന്ന് എണ്ണുകയും ചെയ്തു. ഇത് സത്യം പറഞ്ഞാൽ 1/2 മണിക്കൂർ പ്രസംഗിച്ചാലും കുഴപ്പമില്ല. ഏതാണ് പോയിന്റ് എന്നറിയാമോ? അതൊന്ന് കുറിക്കണേ. ഫെയ്ത്ത് ഡസ് നോട്ട് വർഷിപ്പ് മണി. നമ്മുടെ സ്നേഹിതരായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവർക്ക് പല ദേവീദേവന്മാരുണ്ട്. വിദ്യ, അതിനൊരു ദേവനുണ്ട്. വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അല്ലേ? ധനം, അതിനും ഒരു ദേവിയുണ്ട്. പുള്ളിക്കാരത്തിൻ്റെ പേരെന്താണ്? ലക്ഷ്മി. അപ്പം ലക്ഷ്മി ദേവിയെ നമ്മൾ എന്തിനാ ആരാധിക്കുന്നത്? അതെ. സരസ്വതി ദേവിയോ? വിദ്യ, അല്ലേ? നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്ക് പണത്തിൻ്റെ ദേവതയും അല്ല നമ്മൾ ആരാധിക്കുക, നമ്മൾ പണത്തെ തന്നെ ആരാധിക്കുക. വിശ്വാസമുണ്ടെങ്കിൽ യു വിൽ നോട്ട് വർഷിപ്പ് മണി. വിദ്യാധനം അതല്ല ഞാൻ പറയാൻ വന്നത്. ഞാൻ പറയാൻ വന്ന വാക്യം വേറെയാണ്. ദ റൂട്ട് ഓഫ് ഓൾ ഈവിൽ എന്താണ്? ദ ലവ് ഓഫ് മണി. മലയാളത്തിൽ എങ്ങനെയാ? ദ്രവ്യാഗ്രഹം. സകലവിധ ദോഷങ്ങൾക്കും കാരണം. ദ്രവ്യാഗ്രഹം, ദ്രവ്യമല്ല ദോഷം, ദ്രവ്യത്തോടുള്ള ആഗ്രഹം. ഇറ്റ്സ് നോട്ട് ദ മണി,
the love of money or love for money is the root of some evil അല്ല, all evil. സകല ദോഷത്തിനും കാരണം ഈ ധനത്തോടുള്ള, ദ്രവ്യത്തോടുള്ള ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ ഫെയ്ത്ത് ഡസ് നോട്ട് വർഷിപ്പ് മണി. എന്താണ്? മിസ്രൈമിലുള്ളതുപോലെ നിക്ഷേപങ്ങൾ എങ്ങുമില്ല. ആ നിക്ഷേപങ്ങളെ വിട്ടിട്ട് എന്താണ് താൻ തിരഞ്ഞെടുത്തത്? ക്രിസ്തുവിൻ്റെ നിന്ന. അന്ന് എവിടെ ക്രിസ്തു? മോശയുടെ കാലത്ത് ക്രിസ്തുവിൻ്റെ നിന്ന. ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുക, ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കുക. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. വി ആർ കോൾഡ് ടു ബെയർ ദ റിപ്രോച്ച് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഐഡൻറ്റിഫൈ വിത്ത് ദ സഫറിങ്സ് ഓഫ് ഗോഡ്സ് പീപ്പിൾ. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നാം നിന്ദിക്കപ്പെടും പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ പ്രശ്നം, പണ്ടത്തെ ഉപദേശിമാർക്ക് ഒരു സ്ഥാനവും ഒന്നുമില്ലായിരുന്നു. അവരെല്ലാം ആട്ടി ഇറക്കി വിടും. സമൂഹത്തിൽ സ്ഥാനമില്ല, എങ്ങും ചെന്ന ഒരു വിലയില്ല, കൈ കാശില്ല. എന്തുമാത്രം കഷ്ടവും പട്ടിണിയും അപമാനവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് പാസ്റ്റർമാരെ ഞങ്ങൾക്കൊക്കെ നല്ല സ്ഥാനമാണ്, ഉള്ളവരാണല്ലോ. എവിടെ ചെന്നാലും ഒരു സീറ്റുണ്ട്. പക്ഷേ 50 വർഷം മുമ്പ് ഇതല്ലായിരുന്നു അല്ലേ? അന്നൊക്കെ നടന്ന് കാലിലെ ചെരുപ്പ് തേഞ്ചിട്ടുണ്ട്. ഈ പട്ടണത്തിൽ നടന്ന ദൈവദാസന്മാരുടെ കാൽപാദങ്ങൾ സത്യമായി ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ചൂടത്തൊരു തലയ്ക്ക് മുകളിൽ ചൂടാൻ ഒരു കുട പോലും ഇല്ലായിരുന്നു, ഒരു നല്ല ചെരുപ്പില്ലായിരുന്നു. ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയാൽ പോയി, പിന്നെ ചെരുപ്പില്ലാതെ നടന്നുകൊണ്ട്. ഇതൊക്കെയായിരുന്നു അവസ്ഥ. ഇന്നെല്ലാം ഉണ്ട് അല്ലേ? ക്രിസ്തുവിൻ്റെ നിന്ന. എനിക്ക് മിസ്രൈമിലെ നിക്ഷേപം വേണ്ട എന്ന് പറഞ്ഞു. അടുത്തത് 27-ാം വാക്യം. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോകുന്നു. അടുത്തത്, രാജാവ് കോപിക്കും. പക്ഷേ രാജാവ് കോപിക്കട്ടെ, മിസ്രൈം വിട്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിരുന്നു. ആ ദിവസം കൂടും കുടുക്കെടുത്ത് രായ്ക്ക് രാമാനം വിട്ടു. അതിൻ്റെ അർത്ഥം മിസ്രൈമിൽ നമുക്ക് സ്ഥിരവാസമില്ല. ഒരു പ്രത്യേക സമയത്ത് ഇവരവിടെ അടിമകളായിട്ട് എത്തപ്പെട്ടു. ശരിയാണ്, എത്തപ്പെട്ടത് അടിമകളായിട്ടല്ല, പക്ഷേ അടിമകളായി പോയി അല്ലേ? ഒരു സമയത്ത് അബ്രഹാം ഇറങ്ങിപ്പോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ പെർമനൻറ്റ് സ്റ്റേറ്റസ് അല്ല. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞ പെർമനൻറ്റ് റെസിഡൻസ്, PR അടിക്കരുത് അവിടെ പോയി. ഇന്ന് പ്രശ്നം ഈ പറഞ്ഞ പോലെ മിസ്രൈമിലെ ഗോൾഡൻ പാസ്പോർട്ട് കൈ വെച്ചിരിക്കുക. ഇതൊരു വലിയ ഗമയെ പറയുന്നത് ഗോൾഡൻ പാസ്പോർട്ട്. എവിടത്തെയാ? മിസ്രൈമിലെ. ഗോൾഡൻ പാസ്പോർട്ടൊക്കെ നല്ലതാണ്, പക്ഷേ മിസ്രൈമിലെ ഗോൾഡൻ പാസ്പോർട്ട് നമുക്ക് വേണ്ട. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ അയ്യോ അത് ദുബായിലല്ലേ? കണ്ടോ, ഇപ്പോഴും കിടക്കുന്നത് ദുബായിലാ അല്ലേ? നിങ്ങൾ മനസ്സ് കിടക്കുന്നത് ദുബായിലാ അല്ലേ? അല്ല പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല. അവിടെ എടുത്തെഴുതിയിരിക്കുന്നത് എന്താണ്? അവിടെ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു. നമ്മൾ മിസ്രൈം വാസികളല്ല, നമ്മൾ കൂടാരവാസികളാണ്. പക്ഷേ നമ്മൾ ഇവിടം വിട്ടു പോകേണ്ടവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പിശാചിൻ്റെ കൂടെ അല്ല നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ കർത്താവിന് വേണ്ടി അവൻ്റെ ജനത്തോടൊപ്പം നാം നിൽക്കണം പ്രിയപ്പെട്ടവരെ. 28-ാം വാക്യം. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. അതെന്താ കാണിക്കുന്നത്? ഫെയ്ത്ത് ടേക്ക് റെഫ്യൂജ് അണ്ടർ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ? പിന്നീട് നമ്മുടെ റെഫ്യൂജ് അല്ലേ? നമുക്കുള്ള റെഫ്യൂജ് എന്ന് പറഞ്ഞത് യേശുവിൻ്റെ രക്തത്തിൻ്റെ കീഴിൽ. ഞാനിന്ന് രാവിലെ പറയായിരുന്നു, ഞങ്ങൾ ഈ പെന്തിക്കോസ്തുകാർ ഞാനൊക്കെ വളർന്നു വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് ഒരു ആരാധനയ്ക്ക് വന്നാലും പാസ്റ്റർമാരായാലും പ്രത്യേകിച്ച് ഭാര്യമാർ എപ്പോഴും യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം എന്തു പറഞ്ഞാലും ഞങ്ങളുടെ പ്രാർത്ഥനകളിലും ആരാധനകളിൽ ഏറ്റവും കേട്ടിരുന്നൊരു വാക്കാണ് യേശുവിൻ്റെ രക്തം. ഇന്നത്തെ ന്യൂ ജെൻ ചർച്ചുകളിലൊന്നും യേശുവിൻ്റെ രക്തമില്ല. ഇത് ന്യൂ ജെൻ ചർച്ച് അല്ല കേട്ടോ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓൺലൈനിൽ കൂടെ ഒന്ന് കേട്ടോണം. ഇതൊരു ന്യൂ ജെൻ ചർച്ചൊന്നുമല്ല. ഇത് നല്ല കറ തീർന്ന ഒന്നാം തരം സാക്ഷാൽ പെന്തിക്കോസ് ചർച്ച, ഡ്യൂപ്ലിക്കേറ്റും അല്ല. കാര്യം ആ ഒരു പാരമ്പര്യമൊക്കെ ഞങ്ങൾക്കുണ്ട്. അവിടെ വിധിച്ച് കളയരുത് പെട്ടെന്ന്. ഓക്കെ, ഇന്ന് ഈ പുതിയ സഭകളിലൊന്നും എന്ത് കേൾക്കുന്നില്ല? യേശുവിൻ്റെ രക്തമില്ല. പണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് വയറുവേദന എടുക്കും. ഞാൻ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു നമ്പറാണ്. അപ്പം പാവം എൻ്റെ അമ്മ വന്ന് എൻ്റെ വയറ്റത്ത് തൊട്ട് ഈ പറഞ്ഞ തടവി യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, ഞാൻ പിള്ളേക്ക് സൗഖ്യം സുഖമാവട്ടെ.
നോക്കണേ, വയറുവേന വന്നാലും യേശുവിൻ്റെ രക്തം, തലവേന വന്നാലും യേശുവിൻ്റെ രക്തം, വണ്ടി ഇടിക്കാൻ വന്നാലും യേശുവിൻ്റെ രക്തം, വണ്ടി കട്ടറി വീണാലും യേശുവിൻ്റെ രക്തം. എല്ലായിടത്തും സ്ഥാനത്തും അസ്ഥാനത്തും എന്തുണ്ടായിരുന്നു? യേശുവിൻ്റെ രക്തം. ഇപ്പം യേശുവിൻ്റെ രക്തം കേൾക്കാനേ ഇല്ല. ഏതെങ്കിലും ഒരു പാട്ട് യേശുവിൻ്റെ രക്തം ഉണ്ടോ ഇപ്പം? പറ, നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ ഇരിക്കുന്ന ന്യൂജൻ പാട്ട് പുസ്തകങ്ങൾ തുറന്നു നോക്ക്, വേഴ്സ് വീലെടുത്ത് നോക്കിയേ. യേശുവിൻ്റെ രക്തം തീമായിട്ട് എത്ര പാട്ട് കഴിഞ്ഞ ഒരു 20 വർഷത്തിനകത്ത് ആരെങ്കിലും എഴുതി കേട്ടിട്ടുണ്ട്? ഈ പാട്ട് എഴുതുന്നവരൊക്കെ വേണ്ട ജിജി ഒരു യേശുവിൻ്റെ രക്തം വെച്ചൊരു പാട്ട് എഴുത്. രാവിലത്തെ പാട്ടൊക്കെ നല്ല, ഇന്ന് രാവിലെ ബലവാനേ എന്നുള്ള പാട്ട് എഴുതിയത് ആ സഹോദരിയാണ്. ഓക്കെ, നല്ലൊരു പാട്ടാണ്. അതുപോലെ ദൈവം തന്നിരിക്കുന്ന കൃപകളൊക്കെ ഉള്ളവർ ദയവായി യേശുവിൻ്റെ രക്തത്തിൻ്റെ ആ ശക്തി അത് പാട്ടിലൂടെ ഒക്കെ വരട്ടെ എന്ന്, അല്ലേ? യേശുവിൻ്റെ രക്തം, അല്ലേ? ഇന്ന് പണ്ടൊക്കെ ആണെങ്കിൽ ഈ പേടി കിട്ടാതിരിക്കാനെങ്കിലും ഇന്ന് യേശുവിൻ്റെ രക്തം പറ, അല്ലേ? അല്ല, അവിടെ വിശ്വാസത്താൽ ഫെയ്ത്ത് ടേക്സ് റെഫ്യൂജ് അണ്ടർ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ രക്തം. അന്ന് ഇസ്രായേൽ ജനം ഈ പറഞ്ഞ പോലെ ചോരത്തെളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അവർ ഒരു ദിവസം പെസഹ അല്ലെങ്കിൽ ഇന്നത്തെ ഈ നമുക്ക് ഈ ആഴ്ചകളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അപ്പം അന്ന് അവരെ രക്ഷിച്ചത് ആ കുഞ്ഞാടിൻ്റെ രക്തമാണെങ്കിൽ ഇന്ന് നമ്മളെ എന്നേക്കുമായി രക്ഷിച്ചതും ആ യേശു എന്ന ദൈവകുഞ്ഞാടിൻ്റെ രക്തമാണ്. 29-ാം വാക്യത്തിലേക്ക് വരാം. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അടുത്തത്, വിശ്വാസത്താൽ എന്ന പോലെ അവരെങ്ങനെ നടന്നു? കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. ചെങ്കടലിൽ കൂടെ കടന്നു. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും. ഇതൊക്കെ കൈയടിച്ച് പാടാൻ എന്തൊരു സുഖം. പക്ഷേ വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അതിൻ്റെ അർത്ഥം ഫെയ്ത്ത് അറ്റംപ്റ്റ്സ് ദി ഇമ്പോസിബിൾ. വിശ്വാസം എന്തു ചെയ്യും? അസാധ്യങ്ങളെ ഒന്ന് പരീക്ഷിക്കും. ഞാൻ ചോദിച്ചോട്ടെ, വിശ്വാസത്താൽ ഞാനൊരു പരീക്ഷയെങ്കിലും നടത്തി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പരീക്ഷിക്കാനുള്ള തൻ്റെ ഇടം പോലും ഒന്നുമില്ല. പിന്നെ എവിടാ വിശ്വാസം? ഇനി അവർ വിശ്വാസത്താൽ അങ്ങ് നടന്നങ്ങ് പോയി. പക്ഷെ തൊട്ട് പുറകെ എന്ത് ചെയ്തു? അവരും ഒന്ന് പരീക്ഷിച്ചു. അത് എഴുതിയിട്ടുണ്ട്. എന്താണ്? അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയപ്പോൾ മുങ്ങിപ്പോയി. സിമ്പിൾ. അതിൻ്റെ അർത്ഥം ഈ ചില ഈ TV ഷോയിലും മൂവീസിലാണോ ഈ ചില ആക്ട്സ്, ചില എന്താ പറഞ്ഞ തീ കൂടെ ചാടുക, അല്ലെങ്കിൽ മറ്റേ തീ കൂടെ നടക്കുക, കയറി കൂടെ നടക്കുക, ഇതൊക്കെ ചെയ്യുമ്പം താഴെ ഒരു ചെറിയൊരു സ്ക്രോൾ എഴുതി കാണിക്കും, ഇത് എക്സ്പേർട്സാണ് ഇത് ചെയ്യുന്നത്, വേറെ ആരും ഇത് പരീക്ഷിക്കരുത്. കണ്ടുണ്ടോ? നിങ്ങളിപ്പോൾ എന്നെ ആക്കുന്നത്, നിങ്ങളൊന്നും സിനിമയും കാണത്തില്ല, TV, നിങ്ങളെന്നെ നോക്കിയ നിഷ്കളങ്ക നോട്ടം കണ്ടാൽ, പക്ഷേ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളിതൊന്നും അറിയത്തില്ല, ഞങ്ങൾ മനോരമ പത്രം വായിക്കും, പിന്നെ വേദോസ്തവം വായിക്കും, ഇതല്ലാതെ മൂന്നാമതൊരു വായന ഞങ്ങൾക്ക് ഇല്ല. വെറുതെ ബുക്ക് ഇവർ വാങ്ങിച്ചുകൊണ്ട് പോകും, പക്ഷേ വായിക്കത്തില്ല, ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് നമ്മൾ വായന ഇല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്നെ നോക്കുന്ന കണ്ടാൽ തോന്നും, അല്ലേ? അവിടെ നോക്കിയേ, എക്സ്പേർട്സ് എന്ന പോലെ ഇസ്രായേൽ മക്കൾ വെള്ളത്തിൽ കൂടെ നടന്നങ്ങ് അപ്പുറത്ത് പോയി. പക്ഷേ ഇത് അറിയാത്ത, വിശ്വാസം ഇല്ലാത്തവർ പുറകെ വന്നപ്പം മുങ്ങിപ്പോയി. ഇതാ നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിച്ച അപകടമാണ്, അല്ലേ? ഇതാണ് വിശ്വാസം, പ്രിയപ്പെട്ടവരെ. അടുത്തത് 30-ാം വാക്യം. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ യെരിഹോ മതിൽ ഇടിഞ്ഞു വീണു. അതിൻ്റെ അർത്ഥം 7 ദിവസവും ചുറ്റി നടന്നു. 7-ാം ദിവസം 7 വട്ടം ചുറ്റി നടന്നു. പക്ഷേ പോയിന്റ് ഇതാണ്, ഫെയ്ത്ത് ഡസ് നോട്ട് ഗിവ് അപ്പ്. എന്താണ്? വിശ്വാസം വിട്ടുകളയുന്നില്ല, വിശ്വാസം ഇട്ടിട്ട് പോകത്തില്ല. ഞാനിങ്ങനെ പറയുമായിരുന്നു, 7 ദിവസം നടന്നു, 7-ാം ദിവസം 6 പ്രാവശ്യം നടന്നു. 6 പ്രാവശ്യം നടന്നിട്ട് മതി, ക്ഷീണിച്ച് പോവാം, ദൈവഹിതമായിരിക്കില്ല, സ്തോത്രം എന്ന് പറഞ്ഞങ്ങ് പോയി. ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ആ 7-ാം വട്ടം നടക്കുന്നതിന് മുമ്പ് എത്രയോ നിർത്തിപ്പോയിട്ടുണ്ട്. ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസം നമ്മൾ വി വിൽ റിഗ്രറ്റ്, ലോർഡ് ഒന്നുകൂടെ ഞാൻ പോയിരുന്നെങ്കിൽ നടന്നേനെ, ഒന്നുകൂടെ ചെയ്തിരുന്നെങ്കിൽ, ഒന്നുകൂടെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അല്ലേ? ഒരു നേരം കൂടെ ഞാൻ ട്രൈ ചെയ്തിരുന്നെങ്കിൽ നടന്നേനെ. 7 ദിവസം നടക്കണമായിരുന്നു, 7 പ്രാവശ്യം ചുറ്റണമായിരുന്നു. പക്ഷേ 7-ാം പ്രാവശ്യമാണ് ജയം കൊടുത്തത്. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം, വിശ്വാസം ഇട്ടിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ വിട്ടുകളയുന്നില്ല. ഫെയ്ത്ത് ഡസ് നോട്ട് ഗിവ് അപ്പ്.
അടുത്തത് 31 വാക്യം. വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈകൊണ്ട്. ഞാൻ ചിലപ്പം ചിന്തിക്കും, ഈ രാഹാബിന് മാത്രം ഈ ഗതികേട്. ഇപ്പോഴും ആ പുള്ളിക്കാരത്തെ പറയുമ്പോൾ നമ്മൾ എന്താണ് സിസ്റ്റർ രാഹാബ് എന്നല്ല പറയുന്നത്, എന്താണ് രാഹാബ് എന്ന വേശ്യ. ഒരു ലൈംഗിക തൊഴിലാളി എന്നെങ്കിലും പറയണ്ടേ, സെക്സ് വർക്കർ എന്നെങ്കിലും പറ അല്ലേ. ഇപ്പോഴും നമ്മൾ പറയുന്നത് വേശ്യ. പക്ഷെ ഒന്നറിയാമോ, ഈ രാഹാബിൻ്റെ പേര് എൻ്റെ യേശുവിൻ്റെ ജീനിയോളജിയിലുണ്ട്. ജീനിയോളജി എന്ന് പറഞ്ഞാൽ വംശാവലിയിലുണ്ട്. സ്തോത്രം, സ്തോത്രം. പക്ഷെ ആ സഹോദരി എന്താ ചെയ്തതെന്നറിയാമോ? അവൾക്കൊരു യോഗ്യതയില്ലായിരുന്നു. അവൾ അവിടെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതെ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൾ ചെയ്തൊരു കാര്യം എന്താണെന്നറിയാമോ? ഫെയ്ത്ത് അബാൻഡൻസ് ദ ഡെവിൾസ് മെജോറിറ്റി ആൻഡ് ജോയിൻസ് ഗോഡ്സ് മൈനോറിറ്റി. അവളുടെ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ അവരുടെ കൂടെ അവൾ നിന്നില്ല. ഈ ഒറ്റാൻ വന്നവരുടെ കൂടെ നിന്നു. അതുകൊണ്ട് എന്ത് പറ്റി? അവരെ സഹായിച്ചത് കാരണം അവൾ രക്ഷപ്പെട്ടു, മറ്റവരെല്ലാം നശിച്ചും പോയി. നമുക്കും നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണോ നമ്മൾ നിൽക്കേണ്ടത്, അതോ ജീവിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? 33 വാക്യം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. അത് നിൽക്കട്ടെ, രാജ്യങ്ങളെ അടക്കിയത് തൽക്കാലം നിർത്താം. അടുത്തത് നീതി നടത്തി. അതായിരുന്നു എൻ്റെ പോയിന്റ്. അതുകൊണ്ടാണ് നമുക്കെല്ലാം ഈ രാജ്യങ്ങളെ അടക്കി, അടുത്തത് വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു. അതൊക്കെ വായിക്കുമ്പോൾ ഒരു ഗുമ്മുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ കാര്യം വിട്ടുപോയി. എന്താണെന്നറിയാമോ? നീതി നടത്തി. അതും വിശ്വാസത്താല. ഫെയ്ത്ത് ഡെമൺസ്ട്രേറ്റ്സ് റൈച്ചസ്നെസ്. എന്താണ് ഫെയ്ത്ത്? ഡെമൺസ്ട്രേറ്റ്സ് റൈച്ചസ്നെസ്. നമ്മുടെ ജീവിതത്തിൽ നീതിയുണ്ടോ? നമ്മുടെ കൊടുക്കൽ വാങ്ങലിൽ നീതിയുണ്ടോ? നമ്മുടെ അന്യോന്യമുള്ള ബന്ധങ്ങളിൽ നീതിയുണ്ടോ? ചിന്തിച്ചേ. ആർ യു ഡെമൺസ്ട്രേറ്റിംഗ് റൈച്ചസ്നെസ് ഇൻ യുവർ ലൈഫ്സ്? അവിടെ ജസ്റ്റിസ് എന്നാണ് നടക്കുന്നത് അല്ലേ? നമ്മൾ ഈ നീതി നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നുണ്ടോ? ബന്ധങ്ങളിൽ നീതി കേട്ടോ. ടോട്ടലി മിസ്ഫിറ്റായിട്ട് തോന്നും ആ പദമോടെ. പക്ഷേ ആ വാക്യത്തിൽ അങ്ങനെ കിടക്കുന്നത്. അതും വിശ്വാസമാണ്. വിശ്വാസം നീതി നടപ്പാക്കുന്നു, അല്ലെങ്കിൽ നീതി നടത്തി കാണിക്കുന്നു. ഇന്ന് മുതലൊരു തീരുമാനമുണ്ട്. കർത്താവേ, ഞാൻ നിൻ്റെ മുമ്പിൽ മാത്രമല്ല, മനുഷ്യരുടെ മുമ്പിൽ ഈ ലോകത്ത് നീതിയോടെ ജീവിക്കുവാൻ, നീതിയോടെ വ്യവഹാരങ്ങൾ നടത്തുവാൻ, നീതിയോടെ കർത്താവെ കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് സമർപ്പിച്ചാട്ട് പ്രിയപ്പെട്ടവരെ. അടുത്തത് 32 മുതൽ ഉള്ള വാക്യം. ഇനി എന്ത് പറയണ്ടു? ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരു നിവൃത്തിയില്ല, ലിസ്റ്റ് നീളും. അതുകൊണ്ട് എന്ത് പറയുന്നു? ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ദാവീദ് എന്നവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. 33 വാക്യം. വിശ്വാസത്താൽ നേരത്തെ വായിച്ചു. 34 വാക്യം. തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി. തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി. ബലഹീനത ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഇതൊക്കെ ഗ്രേറ്റ് തിങ്സ് ആണ്, ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് ആണ്. എന്താണ് പോയിന്റ് എന്നറിയാം? ഫെയ്ത്ത് എക്സ്പെക്ട്സ് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ് ബൈ അറ്റംപ്റ്റിംഗ് എന്താണ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഹിം. ഇതാര് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാ? വില്യം കേറി പറഞ്ഞാണ്. എന്താണ്? അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ് ആൻഡ് എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. പക്ഷെ എങ്ങനെയാ? ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യണം. ഇത് ഞാനൊരു ചെറുവിരൽ പോലും ദൈവത്തിന് വേണ്ടി അനക്കത്തില്ല, എന്നിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. വെറുതെയാ, ഒന്നും നടക്കത്തില്ല. വിശ്വാസത്താൽ നിങ്ങൾ ചിലത് അറ്റംപ്റ്റ് ചെയ്യുക. വിശ്വാസത്താൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുപോലെ വലിയ കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുകയും ചെയ്യും. സോ ഫെയ്ത്ത് എക്സ്പെക്ട്സ് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ് ആൻഡ് അറ്റംപ്റ്റ്സ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഹിം. അടുത്തത് 35 മുതൽ വായിക്കുമ്പം സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. സ്ത്രീകൾക്ക് മരിച്ചവരെ ഉയർപ്പിച്ച് കിട്ടി. എനിക്കറിയാം ചില മരണങ്ങളൊക്കെ ഉണ്ടാകുമ്പം ചില സഹോദരിമാർ ഭർത്താക്കന്മാർ ജീവിച്ചു വരും എന്ന് വിശ്വസിച്ച് അടക്കാതെ വെച്ച് പ്രാർത്ഥിച്ച ചരിത്രമൊക്കെ നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട്, കണ്ടിട്ടുമുണ്ട് ചിലതൊക്കെ.
ഓക്കെ, നമ്മൾ അവരെ ആരെയും കുറ്റം പറയണ്ട. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നല്ല കാര്യമാണ്. കിട്ടിയ ചരിത്രമുണ്ട്, ഇവിടെ കണ്ട് കിട്ടിയെന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അടുത്തത് മറ്റു ചിലർ, അതാ ഞാൻ ഈ പറയുന്നത്, മറ്റു ചിലർ. ചിലർക്ക് കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ, ചിലർക്ക് കിട്ടിയില്ല. അവരെന്ത് ചെയ്തു? ഏറ്റവും നല്ലൊരു ഉദാഹരണം, ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് വേണ്ടി ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. കണ്ടോ? ഒരു കൂട്ടർക്ക് കിട്ടി, ഒരു കൂട്ടർക്ക് കിട്ടിയില്ല. പക്ഷെ രണ്ടും ഏത് അക്കൗണ്ടിലാ? ഫെയ്ത്ത്. ഇന്ന് ആരോ നമ്മളെ പഠിപ്പിച്ചു, കിട്ടിയാൽ നിന്റെ ഫെയ്ത്ത് കൊള്ളാം, കിട്ടിയില്ലെങ്കിൽ നിന്റെ അവിശ്വാസം. ഇതാണ് വലിയ പ്രശ്നം പ്രിയപ്പെട്ടവരെ, അല്ലേ? അപ്പം നമ്മളെ നോക്കി ഇന്ന് ഓരോരുത്തർ ചിരിക്കുക, വിശ്വാസമില്ല, അതുകൊണ്ടാണ് കിട്ടാത്തത്. ഞങ്ങളൊക്കെ കണ്ട ഞങ്ങൾ വിശ്വസിച്ചു, കിട്ടി. കണ്ട, നിങ്ങൾക്ക് എന്തോന്ന് കിട്ടി? ഒന്നും കിട്ടിയില്ല. ഇങ്ങനെ ഒന്നും ഇരുന്നാൽ പോരാ, വിശ്വസിക്കണം ബ്രദറെ, കുറച്ചുകൂടെ വിശ്വസിക്കുക. എടാ, ചിലർക്ക് വിശ്വാസത്താൽ കിട്ടി, ചിലർക്ക് വിശ്വാസത്താൽ കിട്ടിയില്ല. പക്ഷെ രണ്ടും വിശ്വാസം തന്നെയാണ്, അത് മറക്കരുത്, അല്ലേ? അപ്പം അടുത്ത 36-ാം വാക്യം. വേറെ ചിലർ, ഇനി വേറെ ചിലർ, ചിലരും കഴിഞ്ഞു. ഇപ്പം എന്താണ്? ഒരു വേറെ ചിലർ. എന്താണ് വേറെ ചിലർ? പരിഹാസം. തൽക്കാലം പരിഹാസം മാത്രം എടുക്കാം. പരിഹാസം, അല്ലേ? ഇപ്പം ചമ്മട്ടി അവിടെ നിൽക്കട്ടെ, പരിഹാസം എടുക്കാം. ഈ ചമ്മട്ടിയും ചങ്ങലയും തടവൊക്കെ പോട്ടെ, അതൊക്കെ വലിയ കാര്യങ്ങളാണ്. തൽക്കാലം പരിഹാസം എടുക്കാം. മോക്കറി. നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിങ്ങളെ ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടോ? ഇത് വളരെ സിൻസിയറായിട്ടൊരു ചോദ്യമാണ്. ഹാവ് യു ബീൻ മോക്ക്ഡ് ഫോർ യുവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്? നിങ്ങളാരും എന്തൊന്നും മിണ്ടാത്തേ? കണ്ടോ, ആൻറ്റി മാത്രം പറയും പരിഹാസം മാത്രമല്ലേ ഉള്ളൂ. കണ്ടോ, അത് അനുഭവിക്കുന്നവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ. വേറെ എത്ര പേർക്ക് പരിഹാസമുണ്ട്? പരിഹാസം. ഈ കൈയടിച്ചങ്ങോട്ട് പാടും, നിന്നാ പരിഹാസം. എന്താണ്? പഴിദൂഷി നിന്നാഞ്ഞേരുക്കങ്ങളിൽ, ഈ പഴിദൂഷി നിന്നാഞ്ഞേരുക്കങ്ങളിൽ ഈ ആടിച്ച് വിടുന്നതല്ലാതെ എത്ര പേര് പഴി കേട്ടിട്ടുണ്ട്? ക്രിസ്തു നിമിത്തം പഴി കേട്ടുള്ളവരെന്ന് കൈപൊക്കിക്കേ. ദൈവമേ, ഇൻട്രസ്റ്റിങ്. നിങ്ങൾ ഈ കൈപൊക്കിയവരെല്ലാം അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാ, ശ്രദ്ധിച്ചോ? അപ്പം അല്ലാത്തവരോ? എന്ത് പഴിയാണ് നിങ്ങൾ കേട്ടെ? ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടോ പഴി? പരിഹാസം ഏൽക്കുന്നുണ്ടോ? എന്തായിരുന്നു ഇവിടുത്തെ പോയിന്റ്? ഫെയ്ത്ത് ഇഗ്നോർസ് മോക്കറി. പരിഹാസത്തെ ഇഗ്നോർസ്, തള്ളിക്കളയും. ആരും പരിഹസിച്ചോട്ടെ, ആരും കളിയാക്കട്ടെ, എന്തും പറയട്ടെ, എനിക്ക് പ്രശ്നമില്ല. അതാണ് വിശ്വാസം പ്രിയപ്പെട്ടവരെ. എന്നെ കേൾക്കുന്ന എത്ര പേര് വിശ്വാസത്തിന് വേണ്ടി പരിഹസിക്കപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? പണ്ടൊക്കെ എന്തുമാത്രം പരിഹാസമായിരുന്നു. ദൈവവേലക്കാരൊക്കെ എന്തുമാത്രം പരിഹസിക്കപ്പെട്ടൊരു പട്ടണമായതെന്നറിയാമോ? പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ദൈവ വേലക്കാർക്കൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡായിരുന്നു. ഇന്ന് വിശ്വാസി എന്ന് പറയുന്നത് ഒരു 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 ഫാഷനാണ്. എനിക്ക് പറയും, ഒരു കാലത്തൊക്കെ ഗൾഫിലൊക്കെ ബോണഗീനാണോ? പ്രൈസ് ദി ലോർഡ്, ഞാനും ബോണഗീനാ. ഏത് ഫെലോഷിപ്പിലാണ് പോന്നേ? എന്തൊരു ഫാഷനാ! ഇവിടെ ഇപ്പം കൊച്ചമ്മമാർക്കിടയിലൊക്കെ മറ്റേ ഈ മെയിൻ ലൈൻ ചർച്ചസിലൊക്കെ പതുക്കെ ചെന്നിട്ട് ബോണഗീനാണോ? അതെ. പിന്നെ ഇങ്ങനെ 4 സൈഡ് ആരും കേൾക്കുന്നില്ലെങ്കിൽ ബാപ്റ്റൈസ്ഡ് ആണോ? ഞാനും അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഈ ബോർണഗെയിനാവുക, ബാപ്റ്റൈസ്ഡ് ആകുക ഒരു വലിയ ഗമയാണ്. പണ്ടൊരാൾ ബോർണഗെയിൻ ആയോണ്ടല്ലോ വീട്ടിൽ നിന്ന് പുറത്താ. ബാപ്റ്റൈസ്ഡ് ആയാൽ പിന്നെ കല്യാണത്തിന് പോലും വിളിക്കത്തില്ല, ചത്താ പോലും അറിയിക്കത്തില്ല, വീതം കൊടുക്കത്തില്ല, ഷെയർ കൊടുക്കത്തില്ല. അറിയാമോ? അതൊക്കെയായിരുന്നു അന്നത്തെ കാലത്തെ പരിഹാസം. അത് ഞാൻ വീണ്ടും ചോദിക്കുന്നു. ചിരിച്ചുകൊണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ക്രിസ്തു നിമിത്തം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ നിമിത്തം ആരെങ്കിലും നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ടോ? ഇപ്പോഴും പരിഹസിക്കുന്നോ? ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസ നിമിത്തമാണെന്ന് ഓർത്തോണം. വിശ്വാസത്തിനൊരു പ്രതിഫലം ഉണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുക.
ഒടുവിലായിട്ട് എൻ്റെ വാക്ക് നിർത്തുക. 2 കൊരിന്ത്യർ 13:5. എബ്രായറിലാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. 2 കൊരിന്ത്യർ 13:5. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. മതി. എക്സാമിൻ വെദർ യു ആർ ഇൻ ഫെയ്ത്ത്. നമ്മൾ ഈ 3 ആഴ്ച എന്താ കേട്ടത്? വിശ്വാസത്തെക്കുറിച്ച്. എന്താ ഒടുവിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നത്? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. നമ്മൾ വിശ്വാസത്തെപ്പറ്റി ഒത്തിരി പ്രസംഗം ഇപ്പോൾ 3 ആഴ്ച കേട്ടു. നോട്ടെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുത്തു. ഇനിയിപ്പോൾ എത്ര അടുത്ത് ഇത് പഠിപ്പിക്കണം, എത്ര അടുത്ത് ഇത് പ്രസംഗിക്കണം അല്ലേ? ഓ, പ്രസംഗിച്ചോ, പഠിപ്പിച്ചോ, ഇതെല്ലാം ഫ്രീയാ, ഇതിനൊന്നും കോപ്പിറൈറ്റ് ഒന്നുമില്ല അല്ലേ? പക്ഷെ ഒന്ന് ഓർത്തോണം, ഇന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തെപ്പറ്റി പ്രസംഗിക്കാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്തെപ്പറ്റി പഠിപ്പിക്കാനും അല്ല, വിശ്വാസത്തിൻ്റെ നോട്ട്സ് എഴുതി വെച്ച് തലയ്ക്കകത്ത് വിശ്വാസത്തെപ്പറ്റിയുള്ള അറിവ് കയറ്റാനുമല്ല. നിങ്ങൾ വിശ്വാസത്തിലാണോ ഇരിക്കുന്നതെന്നൊന്ന് പരീക്ഷിക്കണം. നോട്ടൊക്കെ ഒന്ന് അടച്ചു വെച്ചേ, ബൈബിളും അടച്ചേ, ഐപാഡൊക്കെ ഓഫ് ചെയ്തേ. ശരി, ഒന്ന് പരീക്ഷിക്കാൻ പോവാ. How are we going to test whether we are in faith? നമുക്കെന്താ പേര്? വിശ്വാസികൾ. ഇല്ലാത്തതെന്താ? വിശ്വാസം. ആരാണോ എന്തോ ആ പേരിട്ട് തന്നത്. വ്യക്തമായി ദൈവവചനം ഇന്നാൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ചാട്ടെ. എല്ലാവരും നിങ്ങൾ ഇരിക്കുന്നിടത്ത് കണ്ണടച്ച്, കർത്താവേ എന്താണ് വിശ്വാസമെന്ന് വളരെ വ്യക്തമായി ദൈവവചനത്തിലൂടെ ഞാൻ കേട്ടു. ഞാനും ഒരു വിശ്വാസിയാണെന്ന് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ കണക്കാക്കുന്നു. മറ്റുള്ളവരെന്നെ കാണുന്നതെങ്കിലും വിശ്വാസിയായിട്ടാണ്. പക്ഷേ ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി എന്താണെന്ന്, എന്താണ് വിശ്വാസമെന്ന് വളരെ വിശദമായി ഇന്നാൾ നീ എന്നോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, എന്നോടിപ്പം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ഞാൻ വിശ്വാസത്തിലാണോ ഇരിക്കുന്നതെന്ന് പരിശോധിക്കണമെന്നാണല്ലോ. സമയമെടുത്ത് ഞാൻ എൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ ഇതിലെത്ര പോയിന്റിൽ ഞാൻ ക്വാളിഫൈ ചെയ്യും, അല്ലെങ്കിൽ എത്ര എണ്ണം ഞാൻ പാസ്സാവും. മറ്റ് വിശ്വാസ വീരന്മാരുടെ കഥയൊക്കെ കേട്ടു, അവരുടെയൊക്കെ ചരിത്രം നമ്മൾ പഠിച്ചു. പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് എൻ്റെ വിശ്വാസ ജീവിതമായിട്ടൊന്ന് കൂട്ടിയണക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കൂട്ടി വായിച്ചാൽ ശരിയാവുമോ? എൻ്റെ വാക്കുകൾ എപ്പോഴും അവിശ്വാസത്തിൻ്റേതാണ്, സംശയത്തിൻ്റേതും ഭയത്തിൻ്റേതുമാണ്. ദൈവമേ, ശിഷ്യന്മാരെ നോക്കിയിട്ട് യേശു പലപ്പോഴും പറഞ്ഞത്, അല്പവിശ്വാസികളെ, അവിശ്വാസി, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? ഇതൊക്കെയാണ് തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് യേശു ചോദിച്ചത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലരെ കണ്ടിട്ട് യേശു എന്താ പറഞ്ഞതെന്നറിയാമോ? മകളെ, നിൻ്റെ വിശ്വാസം വലിയത്, ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്തവരെ നോക്കി യേശു അത് പറഞ്ഞു. പക്ഷേ തൻ്റെ കൂടെ നടന്ന് പ്രസംഗം കേട്ട ശിഷ്യന്മാരെ നോക്കിയിട്ട് നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? അവിശ്വാസികളെ, അല്പവിശ്വാസി എന്നൊക്കെയാണ് വിളിച്ചത്. എന്നാൽ നമ്മളെ നോക്കി എന്തായിരിക്കും ദൈവം വിളിക്കുന്നത്? അവിശ്വാസി എന്ന് വിളിക്കുമോ? അല്പവിശ്വാസി എന്ന് വിളിക്കുമോ? എന്ത് വിളിക്കും? അതേസമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പാവം സ്ത്രീയെ കണ്ടിട്ട് പറയാം, മകളെ, നിൻ്റെ വിശ്വാസം വലിയ വിശ്വാസമാണല്ലോ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകും. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസം എവിടെ? ഒരു നിമിഷം എല്ലാവരും ശോധന ചെയ്താട്ടെ. എല്ലാവരും നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നെ ഞാനിതാ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ എന്നെ സഹായിക്കണേ അപ്പാ. എൻ്റെ അല്പവിശ്വാസം എന്നോട് ക്ഷമിക്കണമേ എന്ന് ശിഷ്യൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ അല്പവിശ്വാസമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ അവിശ്വാസം എന്നോട് പൊറുക്കണമേ അപ്പാ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ.
പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ടെല്ലാം സ്തോത്രം. ഞങ്ങൾ കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ കേട്ടത് കരുതിക്കൊണ്ട് കർത്താവേ, അതിൻപടി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.